അവനെ നമ്മൾ സഹായിക്കുന്നതിന് ഒരു രേഖ ഉണ്ടാക്കിയ പോരെ? അപ്പോ നാളെ അവനത് നിഷേധിക്കാൻ പറ്റില്ലല്ലോ. ആ, അങ്ങനെയാണെങ്കിൽ അവൻ ബ്ലേഡ് കമ്പനിക്കാരന് കൊടുത്തതുപോലെ വീടിന്റെ ഒറിജിനൽ പ്രമാണവും ഒരു എഗ്രിമെന്റും നമുക്ക് തരട്ടെ. നമ്മൾ ബ്ലേഡ് കമ്പനിക്കാരന് പണം കൊടുത്ത് അയാളുടെ കയ്യിൽ നിന്ന് ഡോക്യുമെന്റ്സ് വാങ്ങിക്കുന്നു. അവർ തമ്മിലുള്ള എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്ത് പകരം നമ്മളൊരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്നു. വിനയനുമായിട്ട് മാത്രമല്ല, അവന്റെ അമ്മയും കൂടി അതിൽ സൈൻ ചെയ്യണം. ആ, ഇതൊക്കെ നമുക്ക് അവരോട് പറയാൻ പറ്റുമോ ദാസ്? വേണ്ട, നമ്മളിനി അവരോടൊന്നും പറയുന്നില്ല. അടുത്ത മാസം ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട സമയമാകുമ്പോൾ വിനയന്റെ കൈ കുറേശ്ശെ പൊള്ളി തുടങ്ങും. അപ്പോ അവൻ സഹായം ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരും. ചെറിയൊരു ഇര അണ്ണനിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. വിനയൻ എന്തായാലും അതിൽ കൊത്തി നോക്കാതിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ വിനയം വന്നാ ഞാൻ അവനെ ദാസന്റെ അടുത്തേക്ക് പറഞ്ഞയക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ ദാസ് സംസാരിച്ചാൽ മതി. അതൊക്കെ അണ്ണ, ഇത് തന്നെയാണ് ഞാൻ അങ്ങോട്ട് പറയാൻ പോയത്. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ശരി, ആ കാര്യത്തിലെങ്കിലും ഒരു തീരുമാനമായല്ലോ, ആശ്വാസം. എന്റെ പൊന്നെണ്ണ, ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും തല വെച്ച് കൊടുക്കല്ലേ. ഡോക്ടർ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ചീരുമോളെന്ന് വിളിച്ചപ്പോഴും ഇത് സൂചിപ്പിച്ചു. ഞാൻ ഹോസ്പിറ്റലായിരുന്ന കാര്യമൊന്നും അവളെ അറിയിച്ചില്ല. അപ്പൊ പിന്നെ ഈ കാര്യം ആലോചിക്കാവുന്നല്ലേ എനിക്ക് പറയാൻ പറ്റൂ. ആ ശരി, ഒരു കാര്യം ചെയ്യും. ഇനി അവളെ വിളിക്കുമ്പോൾ ഈ കാര്യം പറഞ്ഞോളൂ. അതിന് ചീരു ഓക്കെ ആണെങ്കിൽ നമുക്കിതങ്ങ് ഉറപ്പിക്കാം. എന്താ? ശരി, ആയിക്കോട്ടെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ ഏട്ടാ, സമയം കുറച്ചായി. ആ ഡ്രൈവർക്ക് എന്തോ വൈഫ് ഹൗസിൽ പോകണം. അണ്ണനും കിടക്കാറായില്ലേ? ആ, ഞാൻ കിടക്കാൻ പോവാ. ശരി. ആ മോളെ, ഇറങ്ങുകയാണോ? അത് അണ്ണൻ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാ. വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചില്ല. അത് സാരല്ല, നിങ്ങൾ തരാഞ്ഞിട്ടല്ലോ, എനിക്ക് വേണ്ടാത്തോണ്ടല്ലേ. എന്നാ ഇറങ്ങട്ടെ. ഇത് വെച്ച് കളർ ചെയ്തു. ഇവിടെ, അവിടെയല്ല, ഇവിടെ. ഇത് വേണ്ടേ? അതെന്താ? എന്നാ ഇതോ? ഓ, ഇത് അടുത്തേനാണോ? അടിപൊളിയായിട്ടുണ്ടല്ലോ. രഘേട്ടാ, ചീരുവിന്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഇങ്ങോട്ട് വരുന്ന കാര്യം ദാസങ്ങൾ ഇനി അച്ഛനോട് സംസാരിക്കോ? ഏയ്, അക്കാര്യത്തിൽ അമ്മാവന്റെ തീരുമാനം നമ്മളോട് തുറന്നു പറഞ്ഞല്ലോ അമ്പിളി. ഞാനത് അങ്കിളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുമുണ്ട്. അമ്മാവൻ അങ്കിളിനെ വിളിപ്പിച്ചത് വേറെന്തെങ്കിലും കാര്യം സംസാരിക്കാനാവും? എല്ലാ ഞായറാഴ്ചയും രഘുവേട്ടന് കമ്പനി അവധിയല്ലേ? അന്നത്തെ ദിവസം നമുക്ക് അച്ഛന്റെ അടുത്തേക്കൊന്ന് പോണം. ആ ദിവസം മുഴുവനും അവിടെ നിന്ന് അച്ഛനും ചിരുവിന്റെ മക്കൾക്കും വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം. അതിനെന്താ, നമുക്ക് പോവാലോ. പക്ഷെ അനുപമയും ഭാനുവമ്മയും അവിടെ ഉണ്ടെങ്കിലേ നമുക്കൊന്നും ചെയ്യേണ്ടി വരില്ല. നമുക്ക് വേണ്ടൊക്കെ അവര് ചെയ്തു തരുമല്ലോ. അത് ശരിയാ, അവർക്ക് നമ്മൾ ഗസ്റ്റ് ആയിരിക്കും. എന്നാലും കുഴപ്പമില്ല, അച്ഛനതൊരു സന്തോഷമായിരിക്കും. അച്ഛാ, നമ്മളെപ്പോഴാ മുത്തശ്ശനെ കാണാൻ മുത്തശ്ശന്റെ വീട്ടിൽ പോണേ? ആ, മോക്കൽ നഴ്സറി ഇല്ലാത്ത ദിവസേ നമുക്ക് മുത്തശ്ശന്റെ വീട്ടിലേക്ക് പോവാം. പോരെ? നിങ്ങൾ വേണമെങ്കിലേ ശനിയാഴ്ച ഞാൻ അവിടെ കൊണ്ടുവിടാം. രാത്രി കമ്പനിയിൽ നിന്ന് ഞാൻ അങ്ങോട്ട് വന്നാൽ മതിയല്ലോ. അങ്ങനെ ആവുമ്പോ ആഴ്ചയിൽ 2 ദിവസം നിങ്ങൾക്ക് അവിടെ നിൽക്കുകയും ചെയ്യാം. അത് വേണ്ട, ഞായറാഴ്ച പോയാ മതി. അതും രാവിലെ പോയിട്ട് വൈകിട്ട് തിരിച്ചു വരണം. ശനിയാഴ്ചയെ നമുക്ക് നമ്മുടെ മോളോടൊപ്പം ഇരിക്കാം. നമുക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ദിവസം മാറ്റി വെക്കേണ്ട രഘുവേട്ടാ. ആ, അത് വേണം. കുറച്ചുകൂടി കഴിയുമ്പോഴേ ദേ ഇവിടെ ഒളിച്ചിരിക്കുന്ന ആളോട് മിണ്ടാനും പറയാനും ഒക്കെ
നമുക്ക് നമ്മുടേതായ സ്വകാര്യതയൊക്കെ വേണ്ടേ? അല്ലേ? ആരാ അച്ഛാ അവിടെ ഒളിച്ചിരിക്കുന്നേ? ആ അപ്പൊ ലച്ചുമോൾക്കൊന്നും അറിയില്ലേ? ഇല്ല. അമ്മ ലച്ചുമോളോടൊന്നും പറഞ്ഞില്ലേ? നീ പറഞ്ഞില്ലേടി? ഒന്ന് ചുമ്മാ അതിരിക്കണേ കേട്ടാ. മോളെടുത്ത് ഇപ്പൊ ഒന്നും പറയണ്ട, കുറച്ചുകൂടെ കഴിയട്ടെ. അതെന്താ ഇപ്പൊ പറഞ്ഞ? എടി, നമ്മുടെ മോളോട് നമ്മൾ എന്തെങ്കിലും ഒളിച്ചു വെക്കണോ? ഇവളും നമ്മൾ ഒന്നല്ലേ? അല്ലേ ലച്ചുമോളെ? ശോ, അല്ലേ? ഈ രഘുവേട്ടന്റെ ഒരു കാര്യം ഞാനൊന്നും പറയില്ല.